മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യേണ്ടത് ജോമിനി ആൻഡ് ക്വഞ്ച് ടെസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഹാർഡനബിലിറ്റി? അപ്പോൾ നമ്മളൊരു സാധനത്തിനെ ക്വഞ്ച് ചെയ്യണമെന്ന് വെച്ചോ, ഇപ്പോൾ എൻ്റെ ഒരു കത്തി പോലത്തെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചോ, ഈ സാധനത്തിനെ ക്വഞ്ച് ചെയ്യുമ്പോഴും അതേസമയം ഒരു ലാർജ് പൈപ്പ് പോലെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പൈപ്പ് ഒരു സിലിണ്ടറിക്കൽ സാധനം നമ്മൾ ക്വഞ്ച് ചെയ്യുമ്പോഴും ഇതിൻ്റെ നമ്മൾ ഒരേ മീഡിയത്തിൽ നമ്മൾ ഒരേ ടെമ്പറേച്ചറിൽ നിന്ന് ഇപ്പോൾ ഒരു 850 ഡിഗ്രി സെൽഷ്യസ് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് മുക്കുകയാണ്. രണ്ടും ഒരേ ടെമ്പറേച്ചറിലുള്ള റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ഓയിലിലേക്ക് ഇട്ട് മുക്കുകയാണ്. അപ്പോൾ രണ്ടിന് സൈസിനും ഷേപ്പിനും വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ കത്തി പോലത്തുള്ള സാധനത്തിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടായിരിക്കും സർഫസിലും അതിൻ്റെ ഉള്ളിൽ ബൾക്കിലും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് റേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂളിംഗ് റേറ്റ് അഫക്റ്റ് ചെയ്യുക. പക്ഷേ അതേസമയം നമ്മുടെ ലാർജ് സിലിണ്ടറിക്കൽ സ്പെസിമെൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർഫസിൽ കൂടുതൽ കൂളിംഗ് റേറ്റും അതിൻ്റെ ബൾക്കിലേക്ക് വരുമ്പോൾ കൂളിംഗ് റേറ്റ് കുറവായിട്ട് തോന്നും. കാരണം എന്താ? അതിൻ്റെ ആ പ്രോപ്പർട്ടി കാരണം പെട്ടെന്ന് ഹീറ്റ് പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരണമെന്ന് എപ്പോഴും ഇല്ല. അപ്പോൾ ഹാർഡനബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ സർഫസിൻ്റെ ഒരു ബൾക്കി സ്പെസിമെൻ്റെ ഒരു സാധനത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ എത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് ഹാർഡൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹാർഡനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാർട്ടൻസൈറ്റാണ് നമുക്ക് ശരിക്കും ഹാർഡ്നെസ് തരുന്നതല്ലോ. അപ്പോൾ മാർട്ടൻസൈറ്റിൻ്റെ എമൗണ്ട് ആണ് ഹാർഡ്നെസ്സിൻ്റെ മേജർ ആയിട്ട് നമ്മൾക്ക് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സാധനത്തിന് നമ്മൾ ക്വഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസിൽ നിന്ന് ബൾക്ക് വരെ എത്രത്തോളം, അപ്പോൾ ലാർജ് സ്പെസിമെൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സർഫസിൽ നിന്ന് ബൾക്കിലേക്ക് പോകും തോറും ഉള്ളിലേക്ക് പോകും തോറും മാർട്ടൻസൈറ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും. അപ്പോൾ സർഫസിൽ കൂടുതൽ മാർട്ടൻസൈറ്റും താഴെ മാർട്ടൻസൈറ്റ് ഉള്ളിലേക്ക് പോകും തോറും മാർട്ടൻസൈറ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ മാർട്ടൻസൈറ്റിൻ്റെ എമൗണ്ട് 50% ആവുന്നത് ആ ഒരു ഡിസ്റ്റൻസ് സർഫസിൽ നിന്ന് അകത്തേക്കുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ഈ ഹാർഡനബിലിറ്റിയുടെ ഒരു മെഷറായിട്ട് യൂസ് ചെയ്യുക. വേറെ മെഷറുകളുണ്ട്. നിങ്ങളുടെ ടെസ്റ്റിൽ ഹാർഡനബിലിറ്റി ഓഫ് സ്റ്റീൽ ഈസ് ആൾസോ എക്സ്പ്രസ്ഡ് ആസ് ദി diameter of bar at which we form a uniform structure composed of 50% മാർട്ടൻസൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൂടി ഉണ്ട്. അതിൻ്റെ ഡയമീറ്റർ എന്നുള്ള രീതിയിലുള്ള സാധനം കൂടിയൊക്കെ ഉണ്ട്. അതൊന്നും മൈൻഡ് ആക്കണ്ട. തൽക്കാലം ഇത് മാത്രം നോക്കിയാൽ മതി. നമുക്ക് ജോമിനി ആൻഡ് ക്വഞ്ച് ടെസ്റ്റിൽ ഇത് തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക, നമ്മൾ ഹാർഡൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സർഫസിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്തോറും ഹാർഡ്നെസ് കുറഞ്ഞു വരും. കാരണം മാർട്ടൻസൈറ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും. കാരണം ഉള്ളിലേക്ക് പോകുന്തോറും കൂളിംഗ് റേറ്റ് കുറഞ്ഞു വരും. കൂളിംഗ് റേറ്റ് ഒരുപാട് കൂടുതലുണ്ടെങ്കിലേ നമുക്ക് മാർട്ടൻസൈറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ ഡെപ്തിലേക്ക് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ സർഫസിലുള്ള മാർട്ടൻസൈറ്റിൻ്റെ എമൗണ്ടിനേക്കാൾ 50% കുറയുന്നത് എപ്പോഴാണോ ആ ഒരു ഡെപ്ത് വരെയാണ് നമ്മളതിനെ ഹാർഡനബിലിറ്റിയുടെ മെഷറായിട്ട് പറയുക. ഇനി ഹാർഡനബിലിറ്റി എഫക്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും? ഒന്ന് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി, മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി, തെർമൽ ഡിഫ്യൂസിവിറ്റി, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ എഫക്റ്റ് ചെയ്യും. ദെൻ നമ്മൾ എത്ര എഫക്റ്റിലാണ്, എത്ര കൂളിംഗ് റേറ്റാണ് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്വഞ്ചിങ് മീഡിയം അനുസരിച്ചിട്ട് ഇതിൻ്റെ കൂളിംഗ് റേറ്റ് വ്യത്യാസപ്പെടും. അപ്പോൾ ക്വഞ്ചിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ഉണ്ടെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഓൾസോ വളരെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്ന വേറൊരു സാധനമാണ് അലോയിങ് എലമെൻറ്റുകൾ. അലോയിങ് മെറ്റീരിയലുകളുടെ എഫക്റ്റ് കാരണം ചില അലോയിങ് എലമെൻറ്റ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഹാർഡൻ ചെയ്യാൻ പറ്റും. ചിലതിൽ അലോയിങ് എലമെൻറ്റ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡനബിലിറ്റി വളരെ കുറവായിരിക്കും. ബട്ട് നമുക്ക് ക്വഞ്ച് ചെയ്താലും ഹാർഡ്നെസ് കിട്ടത്തില്ല, നമുക്ക് മാർട്ടൻസൈറ്റിൻ്റെ ഫോർമേഷൻ ഉണ്ടാകത്തില്ല എന്നുള്ള രീതിക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ജോമിനി ആൻഡ് ക്വഞ്ച് ടെസ്റ്റിലേക്ക് കിടക്കാം. ജോമിനി ആൻഡ് ക്വഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മളൊരു സ്റ്റാൻഡേർഡ് ബാർ എടുക്കും, ഒരു ജോമിനി ആൻഡ് ബാർ എന്നൊക്കെ പറയുന്ന ഈ ബാറിന് നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ടെസ്റ്റാണ്. അതിൻ്റെ ഡയമെൻഷൻസ് പഠിക്കണം. അതിൻ്റെ ക്യാപ്പിൻ്റെ ഡയമെൻഷൻ 32 mm, നമ്മുടെ ഉദ്ദേശിക്കുന്ന സിലിണ്ടറിക്കലിൻ്റെ സാധനത്തിൻ്റെ ഡയമെൻഷൻ, നമ്മൾ ക്വഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ ഡയമെൻഷൻ 25.4 mm ആണ്. അതിൻ്റെ ഒരു 100 mm ഡെപ്ത് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ്. ഈ സാധനത്തെ നമ്മൾ ഓസ്നൈറ്റിലേക്ക് നമ്മൾ ഹീറ്റാക്കുക. നമ്മുടെ ഏത് മെറ്റീരിയലാണോ, ഏത് അലോ കോമ്പോസിഷനോ, എന്ത് സാധനമാണെങ്കിലും ആ സാധനത്തിന് എടുത്തിട്ട് നമ്മൾ ഹൈ ടെമ്പറേച്ചറിലേക്ക് ഓസ്നൈറ്റ് കംപ്ലീറ്റ് ആക്കി ആ ടെമ്പറേച്ചറിൽ ഹോൾഡ് ചെയ്ത് റെഡ് ഹോട്ടാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കും. റെഡ് ഹോട്ടല്ല, ഓറഞ്ച് ഹോട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് നമ്മൾ വാട്ടർ അറ്റ് 24 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ജെറ്റ് അടിയുന്ന ഈ ബേസിൽ മാത്രം സ്പ്രേ ചെയ്യും. അപ്പോൾ എന്താ പറ്റുക, ഇവിടെ മാത്രമേ കൂളിംഗ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോകുന്തോറും ഇതിൻ്റെ മാർട്ടൻസൈറ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും. ഇവിടെ പക്ക മാർട്ടൻസൈറ്റ് ആയിരിക്കും. പക്ഷെ താഴേക്ക് കൂളിംഗ് റേറ്റ് അത്ര കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ
ഒരു സ്പെസിഫിക് ഫ്ലോ റേറ്റിലൊക്കെയാണ് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് ടൈമിലേക്കും കൊടുക്കും. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ മാർട്ടൻസൈറ്റ് ഇവിടെ ഉണ്ടാകും, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതോറും മാർട്ടൻസൈറ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഈ മാർട്ടൻസൈറ്റിൻ്റെ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഹാർഡ്നെസ് നോക്കിയിട്ടാണ്. അപ്പോൾ ബാറിൻ്റെ ഹാർഡ്നെസ് HRC, ഈ വാട്ടർ ജെറ്റ് അടിച്ച സ്ഥലമാണ് ഇവിടെ. വാട്ടർ ജെറ്റ് അടിച്ച സ്ഥലത്ത് ഇത് കണ്ട ഭയങ്കര ഹൈ ഹാർഡ്നെസ് ആയിരിക്കും. എന്നിട്ട് ഓരോ ഉള്ളിലേക്ക് നമ്മൾ അതിൻ്റെ ഹാർഡ്നെസ് നോക്കി കഴിയുമ്പോൾ അത് ഹാർഡ്നെസ് കുറഞ്ഞ് സാധാരണ ഇതിലേക്ക് ഡിസ്റ്റൻസ് ഫ്രോം കൊഞ്ചിറ്റ് മീഡിയ വളരെ കുറഞ്ഞ ഒരു 25 mm നിന്ന് ഉള്ളിലേക്ക് ഇവിടെ എത്തുമ്പോഴേക്കും വളരെ കുറവ് നമ്മുടെ പെയർലൈറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ ആയിരിക്കും ഇവിടെയൊക്കെ. അപ്പോൾ ഈ ഹാർഡ്നെസ് എപ്പോഴാണ് 50% താഴെ ആവുന്ന ആ പോയിന്റിന് ഇനീഷ്യൽ ഹാർഡ്നെസ് എത്രയാണെന്ന് നോക്കും. ചിലപ്പോൾ ഒരു 64 HRC ഉണ്ടാവും. ആ 64 HRC 32 HRC എവിടെ ആവുന്നോ ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യും. ആ ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിൻ്റെ ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ മെയിനായിട്ട് എടുക്കാനുള്ളത്. പിന്നെ നമുക്കൊരു കേസ് ഹാർഡനിങ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അത് സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. അതായത് ഹാർഡൻ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ബൾക്കായിട്ട് നമ്മൾ ഇതിനെ ഹാർഡൻ ചെയ്യില്ലേ. ഇപ്പോൾ ചില മെറ്റീരിയലുകളിൽ നമുക്ക് അതിൻ്റെ സർഫസിൽ മാത്രം ഹാർഡ്നെസ് കൂട്ടിയാൽ മതി എന്നുണ്ടാവും, ചില സ്പെസിഫിക് ആപ്ലിക്കേഷൻസിനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിതിനെ കേസ് ഹാർഡനിങ് ചെയ്യും. കേസ് ഹാർഡനിങ് എന്ന് പറയുമ്പോൾ 2-3 എക്സാമ്പിൾസ് ഉള്ളത് സർഫസ് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് കാർബറൈസിങ് ഉണ്ട്, സയനൈഡിങ് ഉണ്ട്, നൈട്രൈഡിങ് ഉണ്ട്, കാർബോനൈട്രൈഡിങ് ഉണ്ട്. കാർബറൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ കാർബൺ മോണോക്സൈഡ് പ്രൊവൈഡ് ചെയ്യും. അതായത് കോക്ക് ഇട്ടിട്ട് നമ്മൾ ആ മെറ്റീരിയലും വെച്ചിട്ട് ഇതിനെ ഹീറ്റ് ചെയ്യും. അപ്പോൾ കോക്കിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് പ്രൊവൈഡ് ചെയ്യും. ഈ കാർബൺ മോണോക്സൈഡിൽ നിന്ന് കാർബൺ നമ്മുടെ സാധനത്തിൻ്റെ സർഫസിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ ഡിഫ്യൂസിങ് എത്ര ഡെപ്തിലേക്ക് സാധനം ഡിഫ്യൂസ് ചെയ്ത് കയറും എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഡിഫ്യൂസിങ് ടൈമിനനുസരിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ അതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്ററാണ്. ഇത് നിങ്ങളുടെ അസൈൻമെൻ്റ് ആട്ടോ, നിങ്ങൾക്ക് അസൈൻമെൻ്റ് എഴുതാനുള്ള സാധനമാണ്. അപ്പോൾ ദെൻ സയനൈഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നൈട്രജനാണ്, CN ആണ് ഉള്ളിലേക്ക് കയറുക. അപ്പോൾ മെറ്റീരിയൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സാധനത്തിന് വ്യത്യാസമുണ്ട്. ദെൻ കാർബോനൈട്രൈഡിങ്, അവിടെ കാർബണും നൈട്രജനും ഒരുമിച്ച് കയറും, സയനൈഡിൻ്റെ എമൗണ്ട് കയറും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഴുതാനുള്ളതാണ്. ഓൾസോ നമുക്ക് വേറെ പഠിക്കാനുള്ളത് ഫ്ലെയിം ഹാർഡനിങ് ഉണ്ട്. ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓക്സി അസറ്റിലെയും ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സർഫസിലേക്ക് ഹീറ്റ് അടിക്കും. ഈ ഫ്ലെയിം അടിക്കുമ്പോൾ അത് കാർബൺ റിച്ച് എൻവയോൺമെൻ്റ് ആയതുകൊണ്ട് ആ കാർബൺ ഇതിൻ്റെ ഇതിൻ്റെ സർഫസിൻ്റെ അകത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് കയറും. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വാട്ടറും കൂടി ഒഴിക്കുമ്പോൾ അത് ക്വെഞ്ച്ഡ് ആവും. ദെൻ ഇതുപോലെ തന്നെ ഇൻഡക്ഷൻ ഹാർഡനിങ് ഉണ്ട്. ഇൻഡക്ഷൻ ഫർണസിൽ വെച്ച് ഹാർഡൻ ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺ ബീം ഹാർഡനിങ് ഉണ്ട്, ലേസർ ഹാർഡനിങ് ഉണ്ട്. ഈ ഇലക്ട്രോൺ ബീമിൻ്റെയും ലേസർ ബീമിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? നമുക്ക് പിൻ പോയിൻ്റ് ആക്യുറസിയിൽ വളരെ ചെറിയ ഏരിയയിലൊക്കെ നമുക്ക് ഹാർഡൻ ചെയ്യാൻ പറ്റും. ദെൻ അങ്ങനെ സ്ട്രെങ്തനിങ് മെക്കാനിസംസും ഉണ്ട്. പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ് ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് സിലബസിലില്ല. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരുന്നതാണ്. റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഗ്രെയിൻ ഗ്രോത്ത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് എഴുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. Okay, bye-bye.